ആരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്ന സുറിയാനിക്കാർ? അതൊരു വളരെ ഇന്നത്തെ സഭയിലെ തർക്കങ്ങളിലെല്ലാം പ്രസക്തമായ ചോദ്യമാണ്. ഇവരേത് വിശ്വാസികളായിരുന്നു, എങ്ങനെയുള്ള ക്രിസ്ത്യാനികളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഈ ഉദയംപേരൂർ സുന്നകദോസിൽ സംബന്ധിച്ചവർ? നമുക്ക് സഭയുടെ യഥാർത്ഥ വിശ്വാസത്തെ പറ്റിയും ഓർത്തഡോക്സിയെ പറ്റിയും മറ്റേന്ത് സംഭവത്തെക്കാളും ഏറെ നമുക്ക് അറിവ് കിട്ടിയേക്കുന്നത് ഈ ഉദയംപേരൂർ സുന്നകദോസിൽ കൂടെയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ചും മെനസിസിന്റെ പ്രസംഗങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മൈക്കൽ ജഡേസിന്റെ പുസ്തകത്തിലും ഗുവയുടെ പുസ്തകത്തിലും എല്ലാം അതുണ്ട്. ആ പ്രസംഗങ്ങളിലും ആ കാനോനകളിലും ഇത് ഏത് ജനങ്ങളായിരുന്നു, ഏത് വിശ്വാസികളായിരുന്നു എന്നുള്ളത് നമുക്കത് തലനാരിഴച്ച് കീറി മാറ്റി മാറ്റി എടുക്കാൻ സാധിക്കും. എന്നെയും കേൾക്കുന്നവരോട് എനിക്ക് പ്രത്യേകമായി ചോദിക്കാൻ, നിങ്ങൾ ചിന്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. ആ പോർച്ചുഗീസുകാർ വന്നപ്പോൾ, വാസ്കോ ഡ ഗാമ വന്നപ്പോൾ എങ്ങനെയുള്ള കൂട്ടരെ ആയിരുന്നു അവർ കേരളത്തിൽ കണ്ടത്? സ്വന്തം സഹോദരങ്ങളായ റോമ പാപ്പായുടെ കീഴിലുള്ള കത്തോലിക്കരെ ആയിരുന്നോ? ആയിരുന്നിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം വന്നപ്പോൾ തൊട്ട് 498 മുതൽ സുറിയാനിക്കാരോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പോർച്ചുഗീസുകാരായ മിഷനറിമാർ. അതിൽ ഒറ്റ കത്തോലിക്കനെയും കേരളത്തിൽ കണ്ടതായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടില്ല. അനേകം പുസ്തകങ്ങൾ പല കാഴ്ചപ്പാടിലുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഇത് തന്നെ അന്വേഷിച്ചിറങ്ങി. പക്ഷേ അവര് മനസാന്തരപ്പെടുത്തിയതും അവര് ലിസ്ബണിലേക്ക് അയച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അച്ചമ്പട്ടം കൊടുത്ത് തിരികെ വരുത്തിയവരുമായ മലയാളികൾ പിന്നെ ഈ പ്രക്രിയകൾക്കെല്ലാം ശേഷം കത്തോലിക്കരായി. പക്ഷേ അവർ വന്നപ്പോൾ യാതൊരു കത്തോലിക്കനെയും കേരളത്തിൽ കണ്ടതായി അവർ രേഖപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ കേരളത്തിൽ ഭിന്ന സഭകൾ അന്നില്ലായിരുന്നു. അതായത് ഒന്നിലധികമായ വിശ്വാസ കൂട്ടങ്ങൾ, ഒരേ ഒരു ജനക്കൂട്ടത്തെ മാത്രമേ വിശ്വാസപരമായി അവർ കണ്ടെത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ ഒരേ ഒരു സുന്നകദോസ് വിളിച്ചു കൂട്ടാൻ കാരണം? രണ്ടോ മൂന്നോ വിശ്വാസ ജനസമൂഹം ഉണ്ടായിരുന്നെങ്കിൽ 2-3 പ്രത്യേക സിനഡുകൾ കൂട്ടേണ്ടതല്ലേ? ഒരേ ഒരു സിനഡേ സംഭവിച്ചിട്ടുള്ളൂ. മൂന്നാമത് ഈ ജനങ്ങൾക്ക് എല്ലാം ഒരുമിച്ചുള്ള ആ വിശ്വാസത്തിൽ നിലനിന്നവർക്ക് ഒരേ ഒരു ഹൈറാർക്കി, പൗരോഹിത്യ ശൃംഖല. അവർക്ക് ജനങ്ങൾ, അച്ഛന്മാർ, ആർക്കദിയാക്കോൻ, അതിൻ്റെ മുകളിലായി വിദേശത്തു നിന്ന് വരുന്ന മെത്രാന്മാർ. ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ്, സ്ഥിരമായി ഉറപ്പിക്കപ്പെട്ട പൗരോഹിത്യ ശ്രേണി അവർക്കുണ്ടായിരുന്നു. അതും ഈ ഒറ്റ തരത്തിലേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമതൊരു തരത്തിലുള്ള പൗരോഹിത്യ ശ്രേണിയെ പറ്റി പറഞ്ഞിട്ടില്ല. മൂന്നാമത് മനസ്സിലാക്കാവുന്നത്, ഇവർ കത്തോലിക്കരല്ലായിരുന്നു. കത്തോലിക്കരായിരുന്നെങ്കിൽ അവരെ ഒരിക്കലും ഷിസ്മാറ്റിക്സ് എന്നോ ഹെറിറ്റിക്സ് എന്നോ വിളിക്കുകയില്ല. മൂന്നാമത് ഇവര് നെസ്തോറിയന്മാരും ആയിരുന്നില്ല. കാരണം ഇവര് സ്വയം ഒരു പേര് കൃത്യമായി ഒരിടത്തും പറഞ്ഞില്ല എന്ന് നമുക്ക് തോന്നാം. അതിൻ്റെ കാരണം ഇവരാകെ ഉപയോഗിച്ചിരുന്ന പദപ്രയോഗം സത്യസുറിയാനി എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് അത് മനസ്സിലായില്ല. അവരും മനസ്സിലാക്കുന്ന സുറിയാനി ഭാഷയിൽ കുർബാന ചെല്ലുന്നവർ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ലത്തീനിന് പകരം സുറിയാനി ഉപയോഗിക്കും. അതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഇതിനെപ്പറ്റി ഒന്ന് പരാമർശിക്കുകയുണ്ടായി. സുറിയാനി എന്ന പദം കൊണ്ട് മെസൊപ്പൊട്ടേമിയ, സിറിയ ഭാഗങ്ങളിൽ ഒരേ ഒരു അർത്ഥമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് അന്ത്യോക്യ പാത്രിയർക്കീസിന് കീഴിലുള്ള സുറിയാനി ഓർത്തഡോക്സ് സഭക്കാർ. അതായത് സുറോയോയും നെസ്തോറിയനും രണ്ടായിട്ടാണ്. സുറോയോക്കാർ പറഞ്ഞാൽ സത്യസുറിയാനി, മറ്റേ സുറിയാനിക്കാരെ നെസ്തോറിയനും വിളിക്കും. ഈ റോങ്ലി കോൾഡ് നെസ്തോറിയൻ എന്ന് ഈ പുസ്തകങ്ങളിൽ കാണാം. റോങ്ലി കോൾഡ്, ബട്ട് ഒറിജിനൽ അല്ല. പക്ഷെ അവരുടെ വിശ്വാസത്തെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി നെസ്തോറിയൻസ് എന്നും സുറോയോ എന്നും വിളിക്കും. അങ്ങനെ തീർച്ചയായും സുറിയാനിക്കാരാണ് ആദ്യമേ നെസ്തോറിയൻസിനെ അവരുടെ വേദസിദ്ധാന്തങ്ങളെല്ലാം
ആരുടെ നിന്ന് ഉത്ഭവിച്ചോ ആ ആളുടെ പേര് കൂട്ടി പരിഹാസപരമായി നെസ്തോറിയൻസ് എന്ന് വിളിച്ചു. അവര് തിരികെ വിളിക്കാനായിട്ട് യാതൊരു പേരും കണ്ടില്ല. പക്ഷേ അവര് കളിയാക്കി പിന്നെ യാക്കോബക്കാരെന്ന് വിളിച്ചു. അതായിരുന്നില്ല അവരുടെ ശരിയായ പേര്. എല്ലാ ഔദ്യോഗിക തലത്തിലും, ഫോർ എക്സാമ്പിൾ ടർക്കി സുൽത്താന്റെ എഴുത്തുകളിലും സൂറിയോയോ എന്ന് പറഞ്ഞാൽ അത് ഭാഷയെ ഉദ്ദേശിച്ചല്ല, വിശ്വാസപരമായ അവരുടെ നിലപാടിനെ, അവരുടെ വ്യക്തിത്വത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സെബാസ്റ്റ്യൻ ബ്രോക്കിനോട് ഞാൻ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അദ്ദേഹം പല പ്രാവശ്യം എന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. ഇപ്പൊ എനിക്ക് അത് കൊണ്ട് ധൈര്യമായി പറയാൻ സാധിക്കും. സുറിയോയോ അത് സിംഗിൾ, ഒരു ഒറ്റ വ്യക്തിക്ക് വേണ്ടി സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന സുറിയോയോ, അതിന്റെ പ്ലൂറൽ സുറിയോയെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സുറിയാനിക്കാർക്ക് ഞങ്ങൾ ഓർത്തഡോക്സ് ആണെന്ന് പറയുവാനുള്ള പദപ്രയോഗം ഇല്ല. അവർക്ക് ഒരേ ഒരു പദപ്രയോഗം സത്യസുറിയാനിക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് എപ്പോഴും മെനസേസും ജെസ്യൂട്ട്സും ഇവരെ വിളിച്ചത് ബാബിലോൺ പാത്രിയർക്കീസിന്റെ കീഴിലുള്ളവർ. നമ്മളിപ്പോ പറഞ്ഞപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്ക് എന്ന് പറഞ്ഞല്ലോ, അപ്പം അതേ ആരാന്നൂടെ ഒന്ന് പറയണം, കാരണം പലർക്കും പരിചയം കാണില്ല ഈ സെബാസ്റ്റ്യൻ, അദ്ദേഹത്തോട് ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ. പ്രൊഫസർ സെബാസ്റ്റ്യൻ ബ്രോക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സുറിയാനി പണ്ഡിതന്മാരിൽ വെച്ച് ഏറ്റവും മികച്ചവനെന്ന് ലോകം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സിറിയാക് ഡിപ്പാർട്ട്മെന്റ്, സ്കൂൾ ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് എന്നുള്ള ഫാക്കൽറ്റിയിൽ സിറിയാക് സ്റ്റഡീസിന്റെ ഹെഡ് ആയിരുന്നു. അദ്ദേഹം സുറിയാനി സഭയെ പറ്റിയും സുറിയാനി ഭാഷയെ പറ്റിയും മെസപ്പൊട്ടേമിയയിലെ നെസ്തോറിയ സഭയെ പറ്റിയും സുറിയാനി ഭാഷയോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സർവ്വതിനെ പറ്റിയും, പ്രത്യേകിച്ചും അതിൻ്റെ തിയോളജി, മാർ എഫ്രൈമിന്റെ തിയോളജി, മാർ യാക്കോബിന്റെ തിയോളജി, സർവ്വതും വളരെയധികം സുഗ്രാഹ്യനായ വലിയ വേദശാസ്ത്ര പണ്ഡിതനും ഭാഷാ പണ്ഡിതനും സഭാചരിത്ര പണ്ഡിതനുമായ വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന പ്രശസ്തമായ ഗോർജാസ് പ്രസിന്റെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് മേ ബി 80 വയസ്സോളമായി കാണും. എങ്കിലും ഇപ്പോഴും വളരെ ആരോഗ്യത്തോടുകൂടി, മനസ്സിന്റെ ഏറ്റവും മൂർച്ചയേറിയ സ്ഥിതിയോടുകൂടി അക്കാഡമിക് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. മെനസേസ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഈ കേരളത്തിലെ മലങ്കരക്കാരുടെ സർവ തെറ്റെന്നോ ഹെറിറ്റിക്കൽ പ്രാക്ടീസെന്നോ എല്ലാം പറഞ്ഞ് വിവക്ഷിക്കുന്നതെല്ലാം ഓർത്തഡോക്സുകാരുടെ പ്രാക്ടീസസ് ആണ്. അത് നെസ്തോറിയരുടെ പ്രാക്ടീസ് അല്ല. ഒരേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അവിടെ നെസ്തോറിയന്മാരുടെ പുസ്തകങ്ങൾ കണ്ടു. അതൊരു വലിയ കുറ്റാരോപണമായിട്ട് മെനസേസ് പറയുന്നുണ്ട്. അത് സത്യമാണ്. അപ്പോൾ നെസ്തോറിയരുടെ പുസ്തകം ഉണ്ടെങ്കിൽ അവർ നെസ്തോറിയരാണെന്ന് വരുമല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെങ്കിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും, മാർ അബ്രഹാം എന്ന വ്യക്തിയാണ് 1550കളിൽ വന്നപ്പോൾ വലിയൊരു പുസ്തക ശേഖരവുമായിട്ടാണ് അദ്ദേഹം വന്നതെന്ന് എല്ലാ ചരിത്രങ്ങളിലും കാണാം. രണ്ടാമതായി മാർ സൈമൺ എന്ന് പറയുന്ന കൽദായ മെത്രാൻ വന്നപ്പോൾ അദ്ദേഹവും വളരെയേറെ പുസ്തകങ്ങളുമായിട്ടാണ് വന്നത്. പക്ഷേ അതൊന്നും കേരളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഗോവയിൽ വെച്ച് കണ്ടുകെട്ടിയിരുന്നു. ഇപ്പോൾ അതെല്ലാം വത്തിക്കാനിലുണ്ട്. പക്ഷെങ്കിൽ മെനസേസ് ഈ പുസ്തകങ്ങളുടെ എല്ലാം പേര് വെച്ച് സുറിയാനിക്കാരെ കുറ്റപ്പെടുത്തി, നെസ്തോറിയ പുസ്തകം നിങ്ങൾ വായിക്കുന്നുണ്ട്, ആ പുസ്തകങ്ങളെല്ലാം നിഷിദ്ധമാണ്, അതിനാൽ എനിക്ക് നന്നായി മനസ്സിലായി നിങ്ങൾ നെസ്തോറിയരാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇത് തീർച്ചയായും ഈ 3 പിതാക്കന്മാർ, ജോസഫ് സുലാക്ക പുസ്തകം കൊണ്ടുവന്നതായി രേഖകളിൽ ഞാൻ കണ്ടിട്ടില്ല. മറ്റേ 2 പേരും വളരെയേറെ പുസ്തകങ്ങൾ ആയിട്ടാണ് കേരളത്തിൽ വന്നത്. അങ്ങനെ കേരളത്തിലെത്തിയ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിലെ സുറിയാനിക്കാരാണെന്ന് വിവക്ഷിക്കുവാൻ യാതൊരു പുസ്തകങ്ങളുടെ ഒരു തറ ഓഡിറ്റിങ്ങിന് മെനസിസ് ആജ്ഞ പുറപ്പെടുവിക്കുമ്പം എല്ലാ പുസ്തകങ്ങളും അവിടെ കൊണ്ടുവരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ജോസഫ് പെത്ര മരിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ബിലോങ്ങിങ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ബദലായിട്ടുള്ള ഏറ്റവും നല്ല തെളിവ് കേരളത്തിലുണ്ടായിരുന്ന അനേകം പള്ളികൾ കന്യാമറിയാമൻ അമ്മയുടെ നാമത്തിലാണ്. നെസ്തോറിയർ ഒരിക്കലും കന്യാമറിയാം മാതാവിന്റെ നാമത്തിൽ പള്ളി വയ്ക്കുകയില്ലല്ലോ. മാതാവിനെ ദൈവമാതാവെന്ന് പോലും അംഗീകരിക്കാത്തവർ മാതാവിന്റെ നാമത്തിൽ പള്ളി വയ്ക്കുകയില്ല. അത് എനിവേ
ഈ വേറെ ഒരു സൈറോ മലബാർ സഭയിലെ ചരിത്രകാരന്മാരുടെ മറ്റൊരു വാദമാണ് കേരളത്തിൽ പണ്ട് തൊട്ടേ കത്തോലിക്ക മാർപ്പാപ്പായ്ക്ക് കീഴിലുള്ള കത്തോലിക്ക വിശ്വാസികളായിരുന്നു എന്ന്. പക്ഷെങ്കിൽ പിന്നെ ഈ സുന്നഹദോസ് തന്നെ നടക്കേണ്ട ആവശ്യമില്ല. സുന്നഹദോസ് നടന്നത് മുഴുവൻ റോമാപ്പാപ്പായുടെ സുപ്രീമസി, അധികാരം തിരസ്കരിച്ചുകൊണ്ടുള്ള സുറിയാനിക്കാരുടെ നിലപാട് ശരിപ്പെടുത്താനാണ് മെനസേസ് വന്നത്. പിന്നെ വിശ്വാസപരമായി നമുക്ക് പലതും കാണാം. ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, അതിന്റെ വാക്കെന്താന്ന് ഷിബു പറയാമോ? വസ്തുമാറ്റ സിദ്ധാന്തം. കുർബാന അണയ്ക്കുമ്പോൾ ഇത് സുറിയാനിക്കാർക്ക് ഇല്ലായിരുന്നു. അവർക്ക് പ്രതിമകളില്ലായിരുന്നു, ശുദ്ധീകരണ സ്ഥലം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലായിരുന്നു, കുംഭസാരം എന്നുള്ള ഒരു കൂദാശയില്ലായിരുന്നു, പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കാമെന്നായിരുന്നു അവരുടെ നിയമം, ബ്രഹ്മചര്യം ആചരിക്കണമെന്നുള്ള നിയമം അവർക്കില്ലായിരുന്നു. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ സഭ എങ്ങനെ കത്തോലിക്ക വിശ്വാസമായിരിക്കാം? ഒരിക്കലും ആയിരുന്നില്ല എന്നുള്ളതിലേക്കാണ് ഈ ലക്ഷണങ്ങളെല്ലാം ചൂണ്ടുന്നത്. ഈ ലക്ഷണങ്ങൾ നമ്മൾക്ക് കൃത്യമായി അറിയാനായിട്ട് ഒരു ഉപാധി ഈ ഉദയംപേരൂർ സുന്നഹദോസിലെ കാനോനാകളും മെനസീസിന്റെ പ്രസംഗങ്ങളും ഒക്കെയാണ്. കുർബാന അപ്പം ഉണ്ടാക്കുമ്പോൾ അല്പം ഒലിവ് ഓയിലും അല്പം ഉപ്പും ചേർത്താണ് ഉണ്ടാക്കുന്നത് എന്ന് റിനാവ്ഡോ എന്ന പ്രസിദ്ധനായ ചരിത്രകാരൻ, ഫ്രഞ്ചുകാരനാണ്, മിഷ്യർ റിനാവ്ഡോ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് ദ പേട്രിയാർക്കേറ്റ് ഓഫ് അലക്സാൻഡ്രിയ. അതിനകത്ത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ദിസ് വാസ് ദ യൂഷ്വൽ പ്രാക്ടീസ് ഓഫ് ദ ജേക്കബൈറ്റ്സ് ടു ആഡ് എ ലിറ്റിൽ ഒലിവ് ഓയിൽ ആൻഡ് എ ലിറ്റിൽ സോൾട്ട്, ആൻഡ് ദിസ് ഇസ് what they make is more like a bread than wafer of the Roman Catholic Church. അദ്ദേഹം കത്തോലിക്കനായിരിക്കുകയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം 18-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണ്. ആ ഭാഗമൊക്കെ ഫ്രഞ്ച് ഭാഷയിലായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചരിത്രകാരന്മാരാരും വായിച്ചിരിക്കാൻ തന്നെ ഇടയില്ല. വേറൊരു കാര്യം അദ്ദേഹം എഴുതുന്നത്, ഈ കൂട്ടർ രണ്ട് വിധത്തിലുള്ള അർപ്പണ സാധനങ്ങളും കുർബാനയിൽ സ്വീകരിക്കുന്നു. അതായത് അപ്പവും വീഞ്ഞും. സുറിയാനിക്കാരുടെ രീതി അത് തന്നെയാണ്. കത്തോലിക്കരായിരുന്നെങ്കിൽ വേഫർ മാത്രമേ ഉപയോഗിക്കുമല്ലോ. സുറിയാനിക്കാര് വീഞ്ഞിൽ മുക്കിയ അപ്പമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇവർ നെസ്തോറിയരുമായിരുന്നില്ല, ഇവർ കത്തോലിക്കരുമായിരുന്നില്ല. പിന്നെ ആരായിരുന്നിരിക്കാം? അപ്പോൾ പിന്നെ വേറെ ഒരു കൽദായ സഭ, ചിലയിടത്തെല്ലാം വീണ്ടും കാണുന്നത് കൽദായ സഭയായിരുന്നു. കൽദായ സഭ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ 1553 തുടങ്ങി തിരികെ ചെന്നപ്പോൾ യോഹന്നാൻ സുലാക്ക ദാരുണമായി കൊല്ലപ്പെട്ടു. പക്ഷേ അവര് പിന്നെ അങ്ങോട്ട് ശക്തി പ്രാപിച്ച് വളരുകയായിരുന്നില്ല. അടുത്ത ഒരു 100 വർഷക്കാലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ തിരികെ നെസ്തോറിയ സഭയിലേക്ക് ചേരും. റോമുമായിട്ട് വഴക്കിട്ട് നെസ്തോറിയ സഭയിലേക്ക് ചേരും. അവിടെ നിന്ന് എന്തെങ്കിലും കാര്യത്തിന് അവിടുത്തെ കാത്തോലിക്കോസ് പാത്രിയർക്കീസുമായിട്ട് തർക്കം ഉണ്ടാകുമ്പോൾ വീണ്ടും റോമുമായിട്ട് ചേരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് നിന്ന് ഒരു ബലവും ആർജിക്കാൻ കഴിയാതെ പോയ ഒരു സഭയായിരുന്നു കൽദായ സഭ. എങ്കിലും 19-ാം നൂറ്റാണ്ടിൽ അവർ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ച് നിലനിന്നു. അതുകൊണ്ടാണ് കേരളത്തിലുണ്ടായിരുന്ന സൈറോ മലബാർക്കാരെന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്നതായ യാക്കോബായക്കാരിൽ നിന്നും മുനംകുരിശു സത്യത്തെ തുടർന്ന് പിളർന്നു പോയവർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, അനേകം പ്രാവശ്യം റോമിനോടും ലിസ്ബണിനോടും അപേക്ഷിച്ചു. അവർക്ക് തദ്ദേശീയനായ ഒരു മെത്രാപ്പൊലിത്തായ വേണം. അത് ലഭിക്കുന്നില്ല എന്ന് 19-ാം നൂറ്റാണ്ട് വരെ പരിശ്രമിച്ചിട്ട് സാധിക്കാഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, എങ്കിൽ ഞങ്ങൾ കൽദായ സഭക്കാരോട് അപേക്ഷിക്കാൻ പോകുകയാണ്. അങ്ങനെ അപേക്ഷിക്കുകയും ചെയ്തു. 2 മെത്രാപ്പൊലിത്തന്മാരെ കൽദായ ആസ്ഥാനം അവർക്ക് വേണ്ടി വിട്ടു. പക്ഷേ അവർ കേരളത്തിലെത്തിയപ്പോൾ അവരെ ഉടനെ തിരികെ മാർപ്പാപ്പായുടെ ഉത്തരവിൻ മൂലം തിരികെ വിളിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ സഭയിൽ നിന്ന് ആണ് കൽദായ സഭ മാർ റോക്കോസ് വന്നതോടുകൂടി ഇവർ ഒരുമിച്ച് ഒരു കൽദായ സഭ പോലെ രൂപീകരിച്ചു 19-ാം നൂറ്റാണ്ടിൽ. അതിനുശേഷം അപ്പോൾ റോമിന് അപകടം മനസ്സിലായി. കാരണം ഇവരെ ഇങ്ങനെ
അവരുടെ ആവശ്യം തിരസ്കരിക്കുമ്പോൾ അവര് ഒരുപക്ഷെ നെസ്തോറിയയിൽ നിന്നും ഉത്ഭവിച്ചതായ കൽദായക്കാരോട് ചേർന്ന് പോകും. പിന്നെ അവരുടെ ബിഷപ്പുമാരെല്ലാം കൽദായ സഭയിൽ നിന്ന് അയക്കപ്പെട്ടവരാകും, അധികാരവും ബലവും പോയേക്കാം എന്നുള്ള ആശങ്ക കൊണ്ടാണ് ഇവരെ തിരികെ റോമാസഭയിലേക്ക് ചേർത്തതും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ റോം സന്നദ്ധരായവരും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പിളർന്നു പോയവർ, കേരളത്തിലെ സഭയിൽ പിളർന്ന സഭക്കാർ ആദ്യമൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ കൽദായക്കാരായിരുന്നു. അതിൽ നിന്നും വീണ്ടും റോം തങ്ങളുടെ സഭയിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിച്ചാണ് പിന്നെ അവർ സൈറോ മലബാർ എന്ന റോമാ സഭയ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്ന ആ സഭയോട്, മാർപ്പാപ്പായോട് അലീജിയൻസ് ഉള്ള സഭയായി ഉറപ്പിച്ചത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വീണ്ടും വീണ്ടും നമ്മൾ പുറകോട്ട് വരുമ്പോൾ, who was the church? What was the belief and faith and ecclesiastical identity or doctrinal identity of the original church in Kerala? ഇത് നമ്മളെ വീണ്ടും വീണ്ടും നിർബന്ധിതരാക്കുന്നത് വേറെ ഒരു സഭയില്ല. എത്യോപ്യൻ സഭയായിരുന്നില്ല കേരളത്തിൽ, കോപ്റ്റിക് സഭയായിരുന്നില്ല, പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നില്ല. So that is the only last possibility is it was the Antioch affiliated Jacobite Syrian Orthodox Church. ഇതാണ് ഈ വിഷയത്തിന്റെ ഇന്നത്തെ പ്രസക്തി.